ഹലോ ഡിയേഴ്സ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്കിലോട്ടെത്താവുന്ന കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ പറഞ്ഞു തരട്ടെ. അതുമാത്രമല്ല, +2 കെമിസ്ട്രി എന്ന് പറയുമ്പം ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കാരണം ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ് പകുതിയോളം മാർക്കുകൾ വരുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ +1 കെമിസ്ട്രി എക്സാം ടഫായിരുന്നു. പലർക്കും അതിൽ മാർക്ക് കുറവാണ്, പലരും ഫെയിൽ ആയിട്ടുണ്ട്. അവർ +2 കെമിസ്ട്രിയിലെ മാർക്ക് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷം +2 കെമിസ്ട്രി എക്സാം വളരെ ടഫായിരുന്നു. വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് +2 കെമിസ്ട്രിയിൽ ഫെയിൽ ആയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ +2 കെമിസ്ട്രിയിലെ വെയിറ്റേജ് അറിഞ്ഞിരിക്കുക. വെയിറ്റേജ് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ല. അതിനകത്ത് മറ്റു പല സ്ട്രാറ്റജീസും ഉണ്ട്. വെയിറ്റേജിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജ് അല്ല സേ എക്സാമിനുണ്ടായത്. അപ്പോൾ സേ എക്സാമിലെ വെയിറ്റേജ് ഞാൻ പറയുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് അതാണ് വെയിറ്റേജ്. സേ എക്സാമിൽ എങ്ങനെയാണ് വന്നത്, അതിന് മുന്നേ പബ്ലിക് എക്സാമിൽ എങ്ങനെ വന്നു, അതിലെ മാറ്റം എന്താണ് എന്നെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വെയിറ്റേജ് നോക്കിയിട്ടാണോ പഠിക്കേണ്ടതല്ല. കാരണം ഇവിടെ അമീന് ബയോമോളിക്യൂൾ ചെറിയ 2 ചാപ്റ്റേഴ്സാണ്, പെട്ടെന്ന് തീർക്കാൻ പറ്റും, 9 മാർക്ക് കിട്ടും. നേരെ തിരിച്ചോ വലിയൊരു ചാപ്റ്റർ പഠിച്ചാൽ അതിനകത്ത് 9 മാർക്ക് കിട്ടാൻ ഒരുപാട് സമയമെടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്തായാലും അതിനകത്ത് ആദ്യം എന്നല്ല, അമീന് ബയോമോളിക്യൂൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ഒക്കെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോഡുകളും ട്രിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ബാച്ചുകളിലൊക്കെ മികച്ച റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളത്. ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ അതിനകത്ത് കാണാൻ സാധിച്ചു. രാവും പകലും ഇരുന്ന് പഠിച്ചിട്ടും മികച്ച മാർക്കിലോട്ട് എത്താൻ സാധിക്കുന്നില്ല, പലതും മറന്നു പോകുന്നു, കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ. ഇതിപ്പം ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൂ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സുണ്ടെങ്കിൽ നിങ്ങളതിനകത്ത് ചിലപ്പം ഒരു തീരുമാനമായിരിക്കാം നിങ്ങളുടെ ലൈഫ് എന്നെ ചേഞ്ച് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 77 36 70 70 45 ഓക്കെ 707736707045 ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഫ്രീ ആയിട്ട് തന്നെ. കാരണം നമ്മളിത് വെറുതെ പറയുന്നതില്ല. നോക്കൂ, നിങ്ങൾ ഇവർ ഫെയിലായിട്ട് 6 മാർക്കുമായിട്ട് നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആവുന്നത്. സേ ബാച്ച് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തെ ക്ലാസ്സുകളാണ്. ഇതിനകത്ത് പലർക്കും 15 20 ഒക്കെ കഷ്ടി ആ ദിവസങ്ങൾ. കാരണം പലരും ജോയിൻ ആവുന്നത് നമ്മുടെ +2ൻ്റെ റിസൾട്ട് വന്നിട്ട് ഫെയിലായിട്ട് പിന്നെ സേ ബാച്ച് എന്ന് പറയുമ്പോൾ സേ എക്സാമിലോട്ട് കുറഞ്ഞ ദിവസങ്ങളാണ്. അപ്പോൾ പലരും ലേറ്റ് ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ജോയിൻ ആകുമ്പോഴേക്ക് തന്നെ 15 20 ദിവസമൊക്കെയാണ് പലർക്കും അതിനകത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തെ ക്ലാസ്സുകൾ കൊണ്ട് പോലും ഫെയിലായവരെ പോലും 32ലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതുമാത്രമല്ല ഇവർ നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. ഇവർക്ക് SSLCയിൽ 5 A+ ആണ് എന്ന് പറയുമ്പോൾ 2 A+ ലാംഗ്വേജിലൊക്കെ എല്ലാവർക്കും കിട്ടൂലേ. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 3 A+ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് അല്ലേ. എന്നിട്ട് നോക്കൂ, അവർ നമ്മുടെ ബാച്ചിൽ +1 അവരുടെ റിസൾട്ട് നോക്കൂ. 52 മാർക്ക്, അതായത് റീവാലുവേഷന് കൊടുത്തിട്ട് അവർക്ക് ഫിസിക്സിൽ A+ കിട്ടി. കെമിസ്ട്രിയിലോ 60ൽ 56 എന്ന് പറയുമ്പോൾ അതും A+. ബയോളജിയിലോ 60ൽ 58 എന്ന് പറയുമ്പോൾ അതും അറൗണ്ട് ഫുൾ മാർക്കിൻ്റെ അടുത്ത് കിട്ടിയില്ലേ. മാത്സ് അവരെ എടുത്ത് പഠിച്ചതല്ല, മാത്സ് അവരെ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും മാത്സ് ഇനി ഭാവിയിൽ അവർക്ക് വേണ്ടി വന്നാലോ, എന്തെങ്കിലും കോഴ്സിന് എടുക്കുമ്പോൾ ആവശ്യം വന്നാലോ എന്നുള്ള രീതിയിൽ അവർ സൈഡായിട്ട് പഠിച്ചതാണ് മാത്സ്. അത് നമ്മുടെ ബാച്ചിൽ മാത്രം. അവർ സ്കൂളിൽ മാത്സ് അവരെ സ്ട്രീമിലില്ല, സ്കൂളിൽ അവർ പഠിച്ചിട്ടുമില്ല. അങ്ങനെ അവർ സൈഡ് വൈസ് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാണ്ട് പഠിച്ചിട്ട് മാത്സിൽ പോലും 45ലോട്ട് എത്തിക്കാൻ സാധിച്ചു. കണ്ടോ. മാത്രമല്ല ഇവരിങ്ങനെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നിട്ട് പോലും മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലോ പല കമൻറ്റുകളും എനിക്ക് കാണാൻ സാധിച്ചു. SSLCയിൽ ഫുൾ A+ ഉണ്ടായിരുന്നിട്ട് പോലും +1 വലിയ മാർക്കില്ല, പലതും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ ബാച്ചുകൾ എന്ന് പറഞ്ഞാൽ വളരെ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കോഡുകളും ട്രിക്കുകളും ഒക്കെ വെച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് 9 മാർക്കുള്ള ഫെയിൽ ആയവരെ പോലും 31ലോട്ട് കുറഞ്ഞ സമയം കൊണ്ട് എത്തിക്കാൻ സാധിച്ചത്. ഇവരൊക്കെ സേ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. 16 +2 ഫിസിക്സിലെ മാർക്കാണ് 30 ഫെയിലായി വന്നിട്ട് 30, അതായത് +1 ഫിസിക്സിൽ 16, അങ്ങനെ അവർ ഫെയിലായി. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ +2ലും +1ലൂടെ നോക്കുമ്പോൾ അവർ ഫെയിലായപ്പോൾ അങ്ങനെ +2വിൽ നമ്മുടെ സേ ബാച്ചിൽ ജോയിൻ ആയിട്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഇവർ 2 സബ്ജക്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായിരുന്നു. അങ്ങനെ 2 കൂടി കുറഞ്ഞ സമയങ്ങൾ കൊണ്ട്, അതായത് ഫിസിക്സ് ഒക്കെ അറൗണ്ട് ഒരു 10-20 ദിവസത്തെ ക്ലാസ്സുകൾ കൊണ്ട് 40ലോട്ട് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമില്ലേ. അപ്പം നിങ്ങൾ അതിനകത്ത് 14 32ലോട്ട് എത്തിക്കാൻ സാധിച്ചത്, 17 30ലോട്ട്, ഇതൊക്കെ സേ ബാച്ചിലെ കേസുകളാട്ടോ. 6 27 ഇവരൊന്നും നേരത്തെ നമ്മുടെ ബാച്ചിൽ ഉണ്ടായവരല്ല. കുറഞ്ഞ ദിവസങ്ങൾ അവസാനം ഫെയിലായിട്ട് നമ്മുടെ ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് മനസ്സിലാക്കി, നമ്മുടെ ക്ലാസ്സുകൾ ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് ജോയിൻ ആയതാണ്. 10 28ലോട്ടും 5 24ലോട്ടും ഇവരുടെ കേസ് അഡ്ഡപ്പടലം ഫെയിലായ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ +1 കെമിസ്ട്രിയിൽ 8. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകുമ്പം ഇവർക്ക് അതിനകത്ത് +2 കെമിസ്ട്രിയിലല്ല, ഇത് ഫിസിക്സിലാണ് 8 മാർക്ക്. +1 ഫിസിക്സിൽ 8, അവർ 10 മാർക്കിന് ഫെയിലായി. +2ൽ 5 7 കണ്ടാണ് അവിടെയും ഫെയിലായി. അപ്പോൾ 2 കൂടി ഒരുമിച്ച് 28 മാർക്ക് വേണമായിരുന്നു. +1ലെ 10ഉം +2ലെ 18.
അങ്ങനെ ഇവർ ജോയിൻ ആവുന്നത് തന്നെ ലേറ്റ് ആയിട്ടാണ്. കാരണം ഒരു ഫിസിക്സിനൊക്കെ ഒരു 15 ദിവസത്തെ ക്ലാസ് ഒക്കെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ട് ഒറ്റയടിക്ക് അവരെ +1 മാർക്കും +2 മാർക്കും എടുത്ത് അവർ 28 എത്തി അവർ പാസ്സായി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ ആ ഒരു തീരുമാനമാണ് അവർക്ക് അതിനകത്ത് അവരുടെ ലൈഫ് മാറ്റിയത്. കെമിസ്ട്രിയും ഫെയിലായിരുന്നു, കെമിസ്ട്രിയിലും അവർക്ക് മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അപ്പം ഇങ്ങനെ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കോഡുകളും ട്രിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെ പറഞ്ഞാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് ക്ലാസ് മനസ്സിലാകുന്നുണ്ട്, അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാണ്ട് അതിനകത്ത് നമ്മൾ ആ രീതിയിലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു ബാച്ചിൽ ജോയിൻ ആകുമ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അറിയണ്ടേ. നിങ്ങൾ അതിനകത്ത് ക്ലാസ് കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ. കാരണം നമുക്ക് നമ്മളിൽ ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ നമുക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെയിറ്റേജിലോട്ട് വരാം. അപ്പോൾ വെയിറ്റേജ് ഇവിടെ പബ്ലിക് എക്സാമിൻ്റെ വെയിറ്റേജും ഇനി അടുത്ത സ്ലൈഡ് സേ എക്സാമിൻ്റെ വെയിറ്റേജും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം സേ എക്സാമിൽ എന്ത് മാറ്റമാണ് വന്നത് പബ്ലിക് എക്സാമിൽ എന്നെല്ലാം ഞാൻ പറയാം. ഇതിനകത്ത് നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ആദ്യം ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് കൈനറ്റിക്സ്. അതിൽ നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പം പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈനറ്റിക്സ് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 8 മാർക്കാണ് കിട്ടുന്നത്. മാത്രമല്ല സേൽ അതിനകത്ത് 9 മാർക്കിന് വെയിറ്റേജ്. അപ്പോൾ 8, 9 വെയിറ്റേജ് ഒരു ചെറിയ ചാപ്റ്ററിന് പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ കൈനറ്റിക്സ് നിങ്ങൾ ആദ്യം പഠിക്കാമെന്നാണ് പറയുന്നത്. കാരണം അത് കുറച്ചുകൂടി ഈസിയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അതിനകത്ത് വെയിറ്റേജ് ഇതിനകത്ത് അമീൻ ബയോ മോളിക്യൂൾ പെട്ടെന്ന് തീർക്കാവുന്ന ചാപ്റ്ററാണ്. അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്, 9 മാർക്ക് കിട്ടും. അതുപോലെ D&F നിങ്ങൾ ഒരിക്കലും, ഇതൊക്കെ പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്, D&F ഒന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ചെറിയ ചാപ്റ്റർ കുറച്ച് പഠിക്കാനുള്ള 7 മാർക്ക്. അപ്പോൾ ഇങ്ങനെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ അതിനകത്ത് പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ കൈനറ്റിക്സ് നിങ്ങൾക്ക് എന്തായാലും അതിനകത്ത് ഫസ്റ്റ് പഠിക്കാം. അമീന് ബയോമോളിക്യൂൾ സ്കിപ്പ് ചെയ്യരുത്. D&F നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കോർഡിനേഷൻ അതിനകത്ത് തിയറിയാണ്, നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടതാണ്. വേണമെങ്കിൽ കൈനറ്റിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് ഉള്ളത് കൊണ്ട് കോർഡിനേഷനിലോട്ട് വരാം. കോർഡിനേഷനുമായി ബന്ധപ്പെട്ട അതുമാത്രമല്ല ഇതിനകത്തെ ഒരു PDF ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ 5 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി തിരിച്ചുള്ള ഒരു PDF. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ PDF എന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ വാട്സാപ്പ് ചെയ്തോളൂ, നിങ്ങൾക്ക് PDF കിട്ടിയിരിക്കും. അപ്പോൾ നേരത്തെ ഫിസിക്സിൻ്റെ PDF നമ്മൾ നൽകിയിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകാം. കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും. എക്സാമുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഒക്കെ അതിനകത്ത് ആദ്യം വരും. ഓക്കെ, പിന്നെ നിങ്ങൾക്കപ്പോൾ ഞാൻ പറഞ്ഞു കൈനറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേഷനിലോട്ട് പോകാം കേട്ടോ. കാരണം അതും എളുപ്പമാണ്, ഹൈ വെയിറ്റേജ് ആണ്, 10 മാർക്ക് ഉണ്ടല്ലോ. ഒപ്പം തന്നെ D&F അമീന് ബയോമോളിക്യൂളും നിങ്ങൾ വിട്ട് കളയേണ്ട. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് സൊല്യൂഷന് 10 മാർക്ക് വെയിറ്റേജ് ആണ്. അതിനകത്ത് സൊല്യൂഷൻ ന്യൂമറിക്കൽ വരും അവസാനം. പക്ഷേ ന്യൂമറിക്കലിനൊക്കെ ഒരു കോഡൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. 4 മാർക്കിന് പലപ്പോഴും ന്യൂമറിക്കൽസ് ആണ് അതിനകത്ത് വരാറുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രി ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഇപ്പം ഇലക്ട്രോ കെമിസ്ട്രി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കുറച്ചുകൂടി എളുപ്പമുള്ളവരാണെങ്കിൽ ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്യാം. ഓർഗാനിക്കിൽ ഞാൻ പറയാം ആലോ ആൽക്കീൻസ് ആൻഡ് ആലോറിൻസ് ഫസ്റ്റ് പഠിക്കാമെന്നാണ്. കാരണം ചെറിയ ചാപ്റ്റർ 9 മാർക്കും വെയിറ്റേജ് ഉണ്ട്. അതുപോലെ ആൽക്കോൾ ഫിനോൾ ഈതറും ഒരു പെർട്ടിക്കുലർ ലൂക്കാസ് റിയേജൻ്റ് അല്ലെങ്കിൽ വില്യംസൺ സിന്തസിസ്, റെയ്മർ ടീമാൻ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകം പഠിക്കാവുന്ന ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും എളുപ്പമാണ്. മാത്രമല്ല കഴിഞ്ഞ സേ എക്സാമിന് അതിനകത്ത് 8 മാർക്ക് എങ്ങാണ്ട് വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പം സേ എക്സാമിന് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് നമുക്ക് എന്താണ് അത് കുറച്ച് പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും അതിലെ ഫെലിങ്സ് ടെസ്റ്റ്, ടോളറൻസ് ടെസ്റ്റ്, അതുപോലെ കന്നിസാരോ, ആൽഡോൾ കണ്ടൻസേഷൻ, HVZ അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിനകത്തും പഠിക്കാവുന്നതുണ്ട്. എന്നിരുന്നാലും വലിയൊരു ചാപ്റ്ററും കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി പഠിക്കേണ്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അപ്പം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ സൊല്യൂഷന് ഇലക്ട്രോ കെമിസ്ട്രി കൈനറ്റിക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഓർഗാനിലോട്ട് വരാം. അല്ല ഓർഗാനിക് കാണാതെ പഠിക്കാൻ എളുപ്പമുള്ളവർക്കാണെങ്കിൽ ഓർഗാനിക് തുടങ്ങാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അതിനകത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ഞാൻ പറയുന്നത് കൈനറ്റിക്സ് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്, D&F എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്, കുറഞ്ഞ ചാപ്റ്ററാണ്, പെട്ടെന്ന് തീരും. അമീന് ബയോമോളിക്യൂൾ പെട്ടെന്ന് തീരും. മറ്റേത് വലിയ ഒരു ചാപ്റ്റർ തീരുന്നതിനേക്കാൾ ഒരുപാട് ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ നല്ല വെയിറ്റേജ് കൂടുമ്പം ഒരുമിച്ച് വരുമ്പോൾ നോക്കൂ നിങ്ങൾ നല്ല വെയിറ്റേജ് വരുന്നില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി പലർക്കും ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ഒക്കെ നമ്മുടെ ബാച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഒപ്പം കമ്മ്യൂണിറ്റിയിലൊക്കെ പറയാം. പിന്നെ സേ എക്സാമിൻ്റെ വെയിറ്റേജ് ഇതാണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി അതിനകത്ത് ചിലർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം, ന്യൂമറിക്കൽസ് കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും കാണാതെ പഠിക്കാനുള്ള ഒരുപാട് തിയറി അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ. ദാറ്റ്സ് ഓൾ. അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വെയിറ്റേജുമായിട്ടൊക്കെ വരും. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.